ഹായ് കൂട്ടുകാരെ, നാനാജോയ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായി കഴിക്കാൻ പറ്റിയ പൊട്ടറ്റോ കറിയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 400 ഗ്രാം ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങൾ കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പുപൊടിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. കിഴങ്ങ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ റെഡിയാക്കാം. മസാല തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അടുത്തതായി എരിവുള്ള മുളക് പൊടി 1 സ്പൂൺ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം ചെറിയ തീയിൽ ചൂടാക്കി എടുക്കണം. നമ്മൾ പൊടി ചൂടാക്കുമ്പോൾ ചെറിയ തീയിൽ വേണം ചൂടാക്കാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ കൈവിടാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. മസാലയുടെ കളർ ചെറുതായി ഒന്ന് ചേഞ്ച് ആകണം. ഇവിടെ ഇപ്പോൾ മസാലയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ മാറ്റിയ ശേഷം ആ പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം 1/2 സ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ മീഡിയം സൈസിലെ 3 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർക്കാം. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തതും 1 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് കൊടുത്ത് ഉള്ളി വഴന്നു വരുവാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സവാള ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് തക്കാളി നല്ലതുപോലെ വഴന്നു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ തന്നെ വെന്ത് കുഴഞ്ഞ് കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തക്കാളിയും ഉള്ളിയും ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയം നേരത്തെ വറുത്ത് വച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നല്ല വറുത്ത് ചേർക്കുന്നത് കൊണ്ട് ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ മസാലയിൽ പിടിക്കണം, അതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊട്ടറ്റോ കുറച്ച് ഉടച്ചൊക്കെ കൊടുക്കണം, അപ്പോഴാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ല നല്ല കട്ടിയായി തന്നെ വേണമെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിനി അടച്ചു വെച്ച് കറി ചെറുതായി ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ കറിക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്ത മസാലയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഫൈനലായി ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ കൂട്ടുകാരെ. നാനാജോയ് വ്ളോഗ്സ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.